വലിയ തറവാട്ടുകാർ അങ്ങനെയാണ്, മലയാളിട. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഈ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന ഈ സന്ദേശം ഇന്നത്തെ കേരളത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ഇനി ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോകാം. ഈ അടുത്ത കാലത്താണ് പലസ്തീനും ഹമാസിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം കേരളമാകെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചത്. സംഗതി തീരും മുൻപേ കോൺഗ്രസും രംഗത്തെത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിചാരണ കൂടാതെ വെടിവെച്ച് കൊല്ലണമെന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനും ആവശ്യപ്പെട്ടു. നെതന്യാഹു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് കേൾക്കുന്നത്. തീർന്നില്ല. കാശുള്ളവൻ തേങ്ങ ഉടയ്ക്കുമ്പോൾ കാശില്ലാത്തവൻ ചിരട്ട എങ്കിലും ഉടയ്ക്കണമെന്നാണ് പ്രമാണം. അപ്പോൾ BJPയും ഒരു ഇസ്രായേൽ അനുകൂല റാലി നടത്താൻ പോവുകയാണ് എന്ന് കേൾക്കുന്നു. അതിന് ക്രൈസ്തവ നേതാക്കളെയും ക്ഷണിക്കും എന്നാണ് കേൾവി. സംഭവിച്ചത് എല്ലാം നല്ലതിന്. ഇനി നമുക്ക് മറിച്ച് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായാൽ ഈ പറയുന്ന ഇസ്രായേലിലോ പലസ്തീനിലോ ആരെങ്കിലും ഒരു പ്രകടനമോ പൊതുയോഗമോ നടത്തും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവന്മാർക്ക് വേറെ പണിയുണ്ട്. ഇത് ഇവിടം കൊണ്ട് തീരുന്ന ഒന്നല്ല. ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന പേരിൽ മാവോയെയും ലെനിനെയും സ്റ്റാലിനെയും ഒക്കെ നെഞ്ചേറ്റുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പലതിൻ്റെയും ഓഫീസുകളിലും കടുത്ത അനുഭാവികൾ പലരുടെയും വീടുകളിലും ഇപ്പറയുന്ന നേതാക്കന്മാരുടെ ഫോട്ടോ ചില്ലിട്ട് തൂക്കി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ നമ്മുടെ കേരളത്തിന് അതിപ്രധാനമായ ഒരു പങ്ക് ഉണ്ട്. അതായത് ലോകത്തിലാദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ. ഇന്ത്യക്ക് വെളിയിൽ ലോകത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ സഖാവ് EMSൻ്റെ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഇന്ത്യക്ക് വെളിയിൽ എന്നല്ല, കേരളത്തിന് വെളിയിൽ പോലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പറയുന്നത് രാഷ്ട്രീയമല്ല, മലയാളികളെ കുറിച്ചാണ്. നമ്മൾ ലോകത്തോട് കാണിക്കുന്ന ഈ താല്പര്യമൊന്നും അവർ നമ്മളോട് തിരിച്ച് കാണിക്കുന്നില്ല. ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സദാം ഹുസൈനെ തൂക്കിക്കൊന്നതിന് എന്ത് പിണ്ണാക്കിനാണ് നിങ്ങൾ ഹർത്താൽ നടത്തിയത് എന്ന് ചോദിച്ചത് ഇറാഖിയായ എഞ്ചിനീയർ അഷ്റഫ് മർവാനാണ്. ഹർത്താൽ എന്നൊരു സംവിധാനം തന്നെ ഈ ലോകത്തുണ്ട് എന്ന് ആ സാധു ആദ്യമായി കേൾക്കുകയായിരുന്നു. ഇതര രാജ്യങ്ങളുടെ ജനങ്ങളുടെ കാര്യത്തിനായി സ്വന്തം നാട്ടിൽ കിടന്ന് തലകുത്തി മറിയുന്ന ഒരു ജനവിഭാഗത്തെയും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാൻ കഴിയുമെന്നും തോന്നുന്നില്ല. എടുത്താൽ പൊങ്ങാത്ത ഒരുപാട് വിഷയങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. തെക്കൻ ജില്ലകളെ മൊത്തത്തിൽ വിഴുങ്ങാൻ കെൽപ്പുള്ള മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് നമ്മുടെ തലയ്ക്ക് മീതെ മുകളിൽ തന്നെയുണ്ട്. ജീവിതത്തിലെ അവസരങ്ങൾക്കായി നമ്മുടെ കുട്ടികൾ നാട് വിടുകയാണ്. നല്ലൊരു പൊതുഗതാഗത സംവിധാനം നമുക്കില്ല. മാലിന്യ സംസ്കരണ സംവിധാനം നമുക്കില്ല. ഭക്ഷ്യസുരക്ഷയോ തുലാവർഷത്തിൻ്റെ ഒപ്പം വിരുന്നിനെത്തുന്ന ഡെങ്കി, നിപ്പ പനികളിൽ നിന്നുള്ള മുക്തിയോ നമുക്കില്ല. വാരാന്ത്യത്തിൽ പോയിരിക്കാൻ വൃത്തിയുള്ള ഒരു ചത്തുരമോ ബീച്ചോ പാർക്കോ ഇല്ല. എന്നാൽ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ വിഷയം ലക്ഷദ്വീപിലെ തെങ്ങിൻ്റെ മൂട്ടിൽ ഏത് നിറത്തിലുള്ള ചായ അടിച്ചുവെന്നും ആമസോൺ കാടിന് തീ പിടിച്ചപ്പോൾ അതിൽ നിന്നും ആരൊക്കെയാണ് ബീഡി കത്തിച്ച് വലിച്ചത് എന്നൊക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ തറവാട്ടുകാർ അങ്ങനെയാണ്, മലയാളിയുടെ.